നമസ്കാരം. നമ്മളെ വണ്ടിയിൽ സ്ഥിരമായിട്ട് റേഞ്ച് ടെസ്റ്റും യാത്രകൾ നടത്തുമ്പോൾ മാക്സിമം 3 ആൾ ഒക്കെ ഉണ്ടാവാറുള്ളത്. ഞാനും പ്രദീപ് മാഷും ഷുഹൈബ് മാഷും. ഇന്നലെ ഞങ്ങളൊരു യാത്ര പോയി, കൊടുവള്ളിയിൽ പോയി. ഞങ്ങൾ 5 ആളുണ്ടായിരുന്നു. ബാക്ക് സീറ്റിൽ 3 ആളുണ്ടായിരുന്നു. അനൂപ് മാഷും നികേഷ് മാഷും, ഞാനും പ്രദീപ് മാഷും ഷുഹൈബ് മാഷും കൂടെ പോയത്. അപ്പോൾ ഈ യാത്രയിൽ സത്യത്തിൽ കഴിഞ്ഞ പല റേഞ്ച് ടെസ്റ്റിൻ്റെ അടിയിലും പലരും കമൻറ്റ് ചെയ്തിരുന്നൊരു കാര്യമാണ്, നിങ്ങൾ ആൾ കുറവായതുകൊണ്ടാണ്, ലോഡില്ലാത്തതുകൊണ്ടാണ് ഈ റേഞ്ച് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം കൂടെ ഉണ്ട്. ഇത് ഏത് വണ്ടിക്കും, ഇപ്പോൾ എൻ്റെ ഇന്നോവ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാഗണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേത് കാർ ആയിക്കോട്ടെ, വണ്ടിയിൽ നിറയെ ആളുകളുണ്ടെങ്കിൽ ആ വണ്ടിയുടെ മൈലേജ് ഷോർട്ടാവും. അതേപോലെ തന്നെ ഇ വി ആയാലും നല്ല ലോഡ് ഉണ്ടെങ്കിൽ ഒരല്പം മൈലേജ് ഷോർട്ട് വരും. അപ്പോൾ ഇന്നലെ എനിക്ക് യാത്ര ചെയ്തിട്ട് കിട്ടിയ മൈലേജ് പറയുന്നത് സാധാരണ 350+ കിട്ടുന്ന സാധനം 320 കിട്ടിയത്. ഒരു 30 കിലോമീറ്ററിൻ്റെ മൈലേജ്, ഒരു 100% 30 കിലോമീറ്റർ ഷോർട്ടാണ് കണ്ടത്. ആ യാത്രയിൽ നമ്മൾ ബാക്ക് സീറ്റിൽ നല്ല അത്യാവശ്യം സൈസുള്ള 3 ആൾക്കാരാണ്. അല്ലെങ്കിൽ ഷുഹൈബ് മാഷ് കുറച്ച് സൈസ് കുറവാണെങ്കിലും ബാക്കിയുള്ള നല്ല സൈസുള്ള ആൾക്കാരാണ് ഇരുന്നപ്പോൾ ബാക്ക് സീറ്റ് പഞ്ചീവിയുടെ ബാക്ക് സീറ്റ് ഒരല്പം കൺജസ്റ്റഡ് ആണ്. ബാക്കിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് കൺജസ്റ്റഡ് ആണ്. ഇരിക്കുമ്പോൾ ആള് അത്യാവശ്യം തടിയുള്ള ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും. തീരെ തടിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കാല് ലേശം ടൈറ്റ് ആണ്. പിന്നെ ഫ്രണ്ടിലേക്ക് കാലിന്റെ മുട്ട് സീറ്റിലേക്ക് ഇങ്ങനെ ഫ്രണ്ട് സീറ്റിനെ ടച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ലെഗ് സ്പേസ് കുറവുണ്ട്. പിന്നെ കൺജസ്റ്റഡ് ആണ്. അനുമാഷ എങ്ങനെയുണ്ട് അവസ്ഥ? ഷുഹൈബ് മാഷേ എന്താ, നിങ്ങളൊരു പഞ്ചിന്റെ ആളാണല്ലോ. വളരെ വിശാലമായിട്ടാണ് പഞ്ചുള്ള ആൾക്ക് വിശാലമായിട്ട് തോന്നുന്നത്. പക്ഷേ മറ്റൊരുക്കല്ല ടൈറ്റ് ആണ്. പഞ്ചൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ? മാഷ ടിയാഗോയോ? നല്ല സ്ഥലമുണ്ട്. ഓ പ്രതിമാഷേ, ഫ്രണ്ടിലെ സീറ്റ് രാജകീയ സീറ്റാണ്. ഫ്രണ്ട് കുഴപ്പമില്ല, നമുക്ക് പ്രയാസമല്ലേ. പക്ഷെ ബാക്കിൽ 3 ആളുണ്ടാകുമ്പോൾ മുന്നിലേക്ക് തള്ളിയിരിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വിഷയമുണ്ടല്ലേ? നമ്മൾ സീറ്റ് മുന്നിൽ കിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് പ്രശ്നം. പക്ഷെ ഉള്ളത് നമ്മളുള്ളത് പോലെ പറയണല്ലോ. ചെറിയ കൺജസ്റ്റഡ് ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. ബാക്ക് സീറ്റ് 3 ആൾക്ക് ചെറിയ കൺജസ്റ്റഡ് ആണ്. അത്ര ഒരു ഫ്രീ അല്ല ഇരിക്കാൻ. അപ്പം എല്ലാവരും വിചാരിക്കും എന്താ ഇപ്പം ഇതിങ്ങനെ ഈ വീഡിയോകളിലൊക്കെ ഇത്ര നിസാര കാര്യങ്ങളൊക്കെ സംശയം ചോദിക്കുന്നത്. ഒന്നുമല്ല, ഇത് സംശയം ചോദിക്കണമെങ്കിൽ ഇത് ഉപയോഗിച്ച് പരിചയം 5-8 വർഷമായിട്ട് ഇപ്പോൾ EV നാട്ടിലുണ്ടല്ലോ. അപ്പോൾ പരിചയമുള്ള ആളുകൾക്ക് അവർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട്. ആ അഭിപ്രായത്തിനനുസരിച്ചാണ് നമ്മളെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പറയാനുള്ള കാരണം. നമ്മൾ NH 610 പോയ സമയത്ത് വൈകുന്നേരം ആണ് പോയത്. അതുകൊണ്ട് ഇന്നലെ ആ വീഡിയോ എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല, രാത്രിയായിരുന്നു. നല്ല മഴ ആദ്യ ഭാഗങ്ങളിൽ ഇവിടെ തുടങ്ങുമ്പോൾ കോട്ടക്കൽ പോകുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ആ മഴ ഇങ്ങനെ ചെറുതായി വന്ന്. പക്ഷേ ഉള്ള വിഷയം എന്താ വെച്ചാൽ പോകുന്ന സമയത്ത് NH ചില സ്ഥലങ്ങളൊക്കെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ 80-90 പോകുന്ന സമയത്ത് ഈ വെള്ളക്കെട്ട് നമ്മൾ മഴ ഇല്ലായിരുന്നു. കാര്യമായ മഴയില്ല, ചാറൽ മഴയേ ഉള്ളൂ. വെള്ളക്കെട്ട് പെട്ടെന്ന് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതിൽ വെള്ളം കൂടെ അടിക്കുന്ന സമയത്ത് 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, നമ്മളെ ഗ്ലാസ്സിലേക്ക് ശക്തമായിട്ട് വെള്ളം ഒന്നിച്ച് വന്ന് അടിക്കണം വെള്ളം. അപ്പോൾ എനിക്ക് NH പോകുമ്പോൾ ഈ മഴ ഉണ്ടെങ്കിൽ, മഴ പെയ്യുന്നില്ലെങ്കിൽ പോലും വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ശ്രദ്ധിക്കും. പക്ഷേ മഴ പെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്താണ് ഞങ്ങൾ അനുഭവിച്ചത്. ഒന്ന്, നല്ല വെള്ളം വണ്ടിയുടെ അടിയിലേക്ക് അടിച്ച് ശബ്ദത്തോടെ അടിച്ച് കയറുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഇത് EV ആയത് കൊണ്ടാണ്, EVൻ്റെ അടിയിൽ ബാറ്ററി ഉണ്ടല്ലോ. അപ്പോൾ അത്ര ശക്തമായ വെള്ളം അടിക്കുന്നത് എന്താവും EVയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്സിന്, ഫ്രണ്ട് പാർട്സിന് എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് ഒരു സംശയം പറയാനുള്ളത്. അത്ര ശക്തമായ ഇപ്പോൾ 100-ലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ 80-ലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടെങ്കിൽ ആ വെള്ളക്കെട്ട് പെട്ടെന്ന് ബ്രേക്ക് ഔട്ടാൻ കഴിയില്ല. കാരണം വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ തന്നെ വണ്ടിക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ബ്രേക്കും കൂടെ ചവിട്ടി എന്തായി കൂടുതൽ തന്നും. അത് 6 വരിപ്പാതയാണെങ്കിൽ നല്ല പണി കിട്ടും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ സ്പീഡിൽ നമ്മൾ പോകാൻ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വെള്ളം അടിച്ച് വണ്ടിൻ്റെ അടിയിൽ കയറുന്നുണ്ട്. അത് എന്തെങ്കിലും വണ്ടിക്ക് ഇത്തരം EVകൾക്ക്, ഈ പഞ്ചീവി അല്ല ഏതെങ്കിലും EVകൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഒന്ന്. രണ്ടാമത്, ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം ശക്തമായിട്ട് അടിച്ച് വരുന്നുണ്ട്. ഒരു നിമിഷം നമുക്ക് ഫ്രണ്ട് ഒന്നും കാണാത്തൊരവസ്ഥയാവുന്നുണ്ട്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. EV എന്നല്ല, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ വൈപ്പർ ഓണാക്കുന്ന ആ ഒരു സമയം, ഈ 100-ലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് വൈപ്പർ ഓണാക്കുന്ന സമയത്ത് ആ ഒരു സമയം മതി ചിലപ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ. അപ്പോൾ അത് ഇത്തരം യാത്രയിൽ ഈ മഴ പെയ്യുന്ന സമയത്തായാലും നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഓക്കെ ബൈ.